നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഒരു സംസ്ഥാനത്തിൻ്റെ മുഴുവൻ പോലീസ് സേനയും ഇപ്പോൾ മയക്കുമരുന്ന് വേട്ടയിലാണ്. എന്നിട്ടും നിരവധി കേസുകൾ ഓരോ ദിവസവും റിപ്പോർട്ട് ചെയ്യുന്നു. കേരളം കാർന്നു തിന്നുന്ന ഈ മയക്കുമരുന്ന് മാഫിയ എത്രത്തോളം ശക്തരാണ് എന്നുറപ്പിക്കുന്ന വാർത്തകൾ. ഏറ്റവും ഒടുവിൽ നമ്മെ ഭയപ്പെടുത്തുന്നത് വടകരയിലെ 3 അധ്യാപികമാരുടെ അറസ്റ്റാണ്. ബംഗളൂരു കേന്ദ്രീകരിച്ചുള്ള ലഹരി മാഫിയ തലവന് ഈ അധ്യാപികമാരുമായി നേരിട്ട് ബന്ധമുണ്ട് എന്ന് അന്വേഷണ സംഘം കണ്ടെത്തി. വയനാട് സ്വദേശിയാണ് ഈ മയക്കുമരുന്ന് മാഫിയ തലവൻ. അയാളുടെ പ്രവർത്തന മേഖല ബംഗളൂരു. പലപ്പോഴും കോഴിക്കോടും അനുബന്ധ പ്രദേശങ്ങളിലുമൊക്കെ അയാളെത്തും. അയാളുടെ കീഴിൽ ഏകദേശം 500ഓളം ഏജന്റുമാരുണ്ട് എന്ന പ്രാഥമിക സംശയമാണിപ്പോൾ പോലീസിന്. വൻ മയക്കുമരുന്ന് സംഘം നയിക്കുന്ന ഇയാളെ പിടികൂടിയാൽ മാത്രമേ ഈ സംഘവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തുവരൂ എന്ന് പോലീസ് പറയുന്നു. അധ്യാപികമാരിൽ നിന്ന് മറ്റ് 3 പേരിലേക്ക് അന്വേഷണം വ്യാപിപ്പിക്കാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞു. എന്നാൽ കണ്ണികൾ വീണ്ടും മുറിയുകയാണ്. 3 അധ്യാപികമാർ അറസ്റ്റിലായ സംഭവത്തിൽ വിദ്യാഭ്യാസ വകുപ്പും അന്വേഷണം പ്രഖ്യാപിച്ചു. ഇടതുപക്ഷ അധ്യാപക യൂണിയൻ അംഗങ്ങളായിരുന്നു 3 പേരും. പേരാമ്പ്ര BRCയിലും സമീപ BRCകളിലും വിദ്യാഭ്യാസ വകുപ്പ് രൂപീകരിച്ച അന്വേഷണ സംഘം അന്വേഷണം തുടരും. ഒരു അക്കൗണ്ടിലേക്ക് മാത്രം 100ലേറെ പേർ പണം അയച്ചിരിക്കുന്നു. അവരെ ഓരോരുത്തരെയായി വിളിച്ച് ചോദ്യം ചെയ്യാനാണ് ഇപ്പോൾ പോലീസ് ശ്രമിക്കുന്നത്. അന്വേഷണ സംഘത്തെ ചില കാര്യങ്ങൾ കുഴയ്ക്കുന്നു. ലഹരിയുടെ മുഖ്യ വിതരണക്കാരെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് അറസ്റ്റിലായ കാവ്യ, കീർത്തന, നീഷ്മ എന്നീ അധ്യാപികമാർ പോലീസിന് മുന്നിൽ മറുപടി നൽകുന്നില്ല. വടകരയിൽ അധ്യാപികമാർ ഉൾപ്പെടെ പിടിയിലായ MDMA പണമിടപാട് കേസിന് പിന്നിൽ ലഹരി ഉപഭോക്താക്കളായ നിരവധി പേർ അടങ്ങുന്ന കൂറ്റൻ ശൃംഖലയുണ്ട്. ഉപഭോക്താക്കളെ ലഹരി വിതരണത്തിന്റെ കണ്ണികളാക്കി മാറ്റി യഥാർത്ഥ സൂത്രധാരന്മാർ കാണാമറിയത്ത് നിൽക്കുന്നു. കേസിൽ ശക്തമായ അന്വേഷണം നടത്തിയാൽ മാത്രമേ യഥാർത്ഥ പ്രതികളുടെ മുഖം മൂടി അഴിഞ്ഞു വീഴൂ. ഈ അധ്യാപികമാർ 3 പേരെയും വിവിധ ഘട്ടങ്ങളിലായി വയനാട് സ്വദേശിയായ ഈ ലഹരിമരുന്ന് മാഫിയ തലവൻ തങ്ങളുടെ സംഘത്തിൽ ബോധപൂർവം എത്തിക്കുകയായിരുന്നു. ആദ്യം അവർക്ക് ലഹരി നൽകി. പിന്നീട് ആഡംബര പാർട്ടികൾ. ഈ ആഡംബര പാർട്ടികളിൽ പണമുണ്ടാക്കുന്ന മാർഗങ്ങളെക്കുറിച്ച് അധ്യാപികമാരെ പറഞ്ഞ് മനസ്സിലാക്കി. പിന്നീടാണ് അധ്യാപികമാരെ പണമിടപാടിനുള്ള ടൂളായി ഉപയോഗിക്കുന്നത്. മണി മ്യൂൾ എന്നൊരു ഇടപാടിലൂടെയാണ് അധ്യാപികമാർ ഉപഭോക്താക്കളിൽ നിന്ന് തങ്ങളുടെ അക്കൗണ്ടിലേക്ക് പണം സ്വീകരിച്ചത്. കേസിലെ പ്രതികളുടെ ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിച്ച പോലീസിന് ഞെട്ടിക്കുന്ന കണക്കുകളാണ് ലഭിച്ചിരിക്കുന്നത്. പ്രതികളുടെ ബാങ്ക് അക്കൗണ്ടുകളിലൂടെ 2 കോടിയിൽ പരം രൂപയുടെ ഇടപാടുകൾ നടന്നു എന്ന് പോലീസ് കണ്ടെത്തി. ലഹരി വാങ്ങുന്നതിനായി വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ QR കോഡ് വഴിയും UPA വഴിയും കൈമാറിയ പണമാണിത് എന്ന് പോലീസ് സ്ഥിരീകരിച്ചു. ശക്തരായ 2 പോലീസ് ഉദ്യോഗസ്ഥർ, കണ്ണൂർ DIG കാർത്തികിന്റെ നേതൃത്വത്തിൽ അന്വേഷണ സംഘം വളരെ ശക്തമായ അന്വേഷണം തുടരുന്നു. റൂറൽ SP മെറിൻ ജോസഫാണ് ഈ ലഹരി മാഫിയയുടെ നിർണായക കണ്ടെത്തലുകളിലേക്ക് കടന്നിരിക്കുന്നത്. നിലവിൽ റിമാൻഡിൽ കഴിയുകയാണ് പേരാമ്പ്ര BRCയിലെ സ്പെഷ്യലിസ്റ്റ് അധ്യാപികമാരായ കീർത്തന, കാവ്യ, ട്രെയിനർ നീഷ്മ എന്നിവർ. അവർക്കൊപ്പം അറസ്റ്റിലായ ഡെലിവറി ബോയ് ജിജിൻ കുര്യാക്കോസ് പോലീസിനോടൊന്നും പറയുന്നില്ല. ഇവർ 4 പേരെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിൻ്റെ തീരുമാനം. ഇതിനായി വടകര പോലീസ് കോടതിയിൽ ഉടൻ കസ്റ്റഡി അപേക്ഷ നൽകും. പ്രതികളുടെ അക്കൗണ്ടുകളിലേക്ക് ഒഴുകിയെത്തിയ കോടികൾ പിന്നീട് ആരുടെ അക്കൗണ്ടിലേക്കാണ് മറിഞ്ഞത്? ഇവിടെയാണ് വയനാട് സ്വദേശിയുമായി ബന്ധപ്പെട്ട ചില സംശയങ്ങൾ പോലീസിന് മുന്നിൽ വളരെ ശക്തമാകുന്നത്. വയനാട് സ്വദേശിയായ ഈ മയക്കുമരുന്ന് സംഘത്തലവൻ നിരവധി ആളുകളെ തങ്ങളുടെ സംഘത്തിൻ്റെ കണ്ണികളാക്കി മാറ്റിയിട്ടുണ്ട്. പേരാമ്പ്രയിലെ ഈ അധ്യാപികമാർക്ക് പുറമെ നിരവധി പ്രൊഫഷണലുകളെയും അയാൾ സംഘാംഗങ്ങളാക്കി മാറ്റി എന്നാണ് പോലീസിൻ്റെ നിഗമനം. കേസിലെ പ്രതിയായ ഡെലിവറി ബോയ് ജിജിൻ കുര്യാക്കോസിൻ്റെ അക്കൗണ്ടിലൂടെ മാത്രം 6 മാസത്തിനിടയിൽ നടന്നത് 1 കോടിയിൽ പരം രൂപയുടെ ഇടപാടുകൾ. ലഹരിക്കടത്തിൻ്റെ യഥാർത്ഥ തലച്ചോറായി പ്രവർത്തിക്കുന്ന ബംഗളൂരുവിലുള്ള വയനാട് സ്വദേശിയെ പിടികൂടുകയാണ് അടുത്ത ലക്ഷ്യം. ഇയാളെ പിടികൂടിയാൽ മാത്രമേ ലഹരി മാഫിയ സംഘത്തെക്കുറിച്ചുള്ള യഥാർത്ഥ വിവരങ്ങൾ പുറത്തുവരൂ. ലഹരിമരുന്ന് സംഘങ്ങൾക്ക് വേണ്ടി പണം വെളുപ്പിക്കാനും ഏജന്റുമാർക്ക് പണം കൈമാറാനും അധ്യാപികമാർ തങ്ങളുടെ അക്കൗണ്ടുകൾ വിട്ടു നൽകുകയായിരുന്നു എന്ന സംശയവും ശക്തമാണ്. വെറും 12,000 രൂപ മാത്രം ശമ്പളം വാങ്ങിയിരുന്ന അധ്യാപകർ വളരെ ആഡംബര ജീവിതമായിരുന്നു അടുത്ത കാലത്തായി നയിച്ചത്. ആഡംബര പാർട്ടികൾ പതിവായിരുന്നു. കൊച്ചിയിൽ ഇന്നലെ നടന്ന മറ്റൊരു അറസ്റ്റ്. അതിശക്തമായ പരിശോധനകൾക്കിടയിലും കേരളത്തിലെ ലഹരിമരുന്ന് മാഫിയ ശക്തമായി പ്രവർത്തിക്കുന്നു എന്നതിൻ്റെ മറ്റൊരു തെളിവ്. മെൻസ്ട്രൽ കപ്പിനുള്ളിൽ
വിദഗ്ധമായി രാസലഹരി ഒളിപ്പിച്ച് കടത്തുന്ന സംഘത്തെയാണ് എക്സൈസ് പിടികൂടിയത്. ആലപ്പുഴ തൃക്കുന്നപ്പുഴ വില്ലേജ് കോട്ടപുറം ദേശം പാണ്ഡികശാലയിൽ വീട്ടിൽ മുഹമ്മദ് ഷാഫി എന്ന 29-കാരനും ആലപ്പുഴ സ്വദേശി സരിത എന്ന 30-കാരിയുമാണ് എക്സൈസിന്റെ പിടിയിലായത്. ഇവരിൽ നിന്ന് വിപണിയിൽ ലക്ഷക്കണക്കിന് രൂപ വിലമതിക്കുന്ന 94.03 ഗ്രാം MDMA പിടിച്ചെടുത്തു. എറണാകുളം ഭാഗത്തെ ഒരു ലോഡ്ജിൽ നിന്ന് 65.27 ഗ്രാം MDMAയുമായി മുഹമ്മദ് ഷാഫി ആദ്യം എക്സൈസ് സംഘം തൂക്കുന്നു. ബംഗളൂരിൽ നിന്ന് വൻതോതിൽ ലഹരി വസ്തുക്കൾ വാങ്ങി എറണാകുളത്തും ആലപ്പുഴയിലും എത്തിച്ച് വിറ്റഴിക്കുന്ന സംഘത്തെക്കുറിച്ചുള്ള വിവരം എക്സൈസിന് ലഭിച്ചിരുന്നു. കഴിഞ്ഞ കുറച്ചാഴ്ചകളായി ഇവർ എക്സൈസ് സംഘത്തിന്റെ നിരീക്ഷണത്തിലും. ബംഗളൂരുവിൽ നിന്ന് MDMAയുമായി ഇരുവരും ബസ്സിൽ വരുന്ന വഴി കണ്ണൂർ ഇരിട്ടിയിൽ പരിശോധന നടത്തിയിരുന്നു. ഈ സമയത്ത് ഷാഫി തന്റെ കൈവശമുണ്ടായിരുന്ന മയക്കുമരുന്ന് വലിച്ചെറിഞ്ഞു കളഞ്ഞു. എന്നാൽ സരിത ബെൻസ്റ്റൽ കപ്പിൽ MDMA നിറച്ച് ഒരു ഭാഗം പശ വെച്ചടച്ചതിന് ശേഷം ഇത് സ്വകാര്യ ഭാഗത്ത് ഒളിപ്പിച്ച് കടത്തുകയായിരുന്നു. മെൻസ്റ്റൽ കപ്പിനുള്ളിൽ ഒളിപ്പിച്ച് സ്വകാര്യ ഭാഗത്ത് തിരികെ വെച്ച നിലയിലായിരുന്നതിനാൽ എക്സൈസിന് പരിശോധനയിൽ ഈ ലഹരി കണ്ടെത്താൻ കഴിഞ്ഞില്ല. തുടർന്ന് രാസലഹരിയുമായി ഇരുവരും എറണാകുളത്തെത്തി. ഇവർ എറണാകുളത്തെത്തിയതിന് തൊട്ടു പിന്നാലെ എക്സൈസ് സംഘം എറണാകുളത്തെ ലോഡ്ജ് മുറിയിൽ പരിശോധന നടത്തി. അപ്പോൾ സരിത ആലപ്പുഴയിൽ MDMA വിൽക്കാനായി പോയിരിക്കുന്നു. ലോഡ്ജ് മുറിയിൽ നിന്ന് ആദ്യം രാസലഹരി പിടിച്ചെടുത്തു. തുടർന്ന് എക്സൈസ് സംഘം സരിത തിരിച്ചെത്താൻ കാത്തിരുന്നു. എറണാകുളത്തെത്തിയ സരിതയെ രാത്രി 10:30 പിടികൂടി. ചോദ്യം ചെയ്യലിൽ വിൽപ്പനയ്ക്കായി ആലപ്പുഴയിലേക്ക് കൊണ്ടുപോയ MDMA ആലപ്പുഴയിലെ ഒരു വീട്ടിൽ സൂക്ഷിച്ചിട്ടുണ്ട് എന്ന് സരിത എക്സൈസിന് മൊഴി നൽകി. തുടർന്ന് എക്സൈസ് സംഘം പ്രതിയുമായി ആലപ്പുഴയിലെത്തി നടത്തിയ പരിശോധനയിൽ 28.76 ഗ്രാം MDMA കൂടി കണ്ടെടുത്തു. ലഹരി വിൽപ്പനയിൽ നിന്ന് ലഭിച്ച 17,000-ൽ പരം രൂപയും എക്സൈസ് പിടിച്ചെടുത്തു. ഗ്രാമിന് 4,000 രൂപ നിരക്കിലാണ് ഇവർ വിറ്റഴിച്ചിരുന്നത്. മുൻപ് ഹോം നേഴ്സായി ജോലി ചെയ്തിരുന്ന സരിത ഇന്റീരിയർ ഡിസൈനായി ജോലി ചെയ്തു വരികയായിരുന്നു മുഹമ്മദ് ഷാഫി. ഇരുവരും ചേർന്നാണ് പണമുണ്ടാക്കാനായി മയക്കുമരുന്ന് കച്ചവടത്തിലേക്ക് കടന്നത്. ഇന്നലെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഹാഷിഷ് ഓയിലുമായി ഒരു യുവതി കൂടി പിടിയിലായി. കേരളത്തിൽ അധ്യാപികമാരും പെൺകുട്ടികളും യുവതികളുമൊക്കെയാണ് ഇപ്പോൾ മയക്കുമരുന്ന് കാരിയർമാരായി പ്രവർത്തിക്കുന്നത്. വയനാട് മേപ്പാടി സ്വദേശിനി അശ്വതിയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെച്ച് പോലീസ് പിടികൂടുമ്പോൾ അവരുടെ കൈവശമിരുന്നത് ഹാഷിഷ് ഓയിൽ. ഇവരിൽ നിന്ന് 28 ഗ്രാം ഹാഷിഷ് ഓയിൽ പിടിച്ചെടുത്തു. പ്രസവ വാർഡിൽ കൂട്ടിരിപ്പ് ജോലിക്കായി എത്തിയതായിരുന്നു അശ്വതി. വെളിച്ചെണ്ണ കുപ്പിയിൽ ഇവർ ഹാഷിഷ് ഓയിൽ സൂക്ഷിച്ചു. യുവതിയുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നി ആശുപത്രിയിലുണ്ടായിരുന്ന മറ്റുള്ളവർ പോലീസിനെ വിവരമറിയിച്ചു. ജയിലിൽ കഴിയുന്ന ഭർത്താവിന് കൈമാറാനാണ് അവർ ഹാഷിഷ് ഓയിലുമായി പ്രസവ വാർഡിലെത്തിയത്. ആശുപത്രിയിലുള്ള തടവുകാരുടെ കൈവശം ഇത് ഭർത്താവിന് കൊടുത്തയക്കുകയായിരുന്നു യുവതിയുടെ ലക്ഷ്യം. മയക്കുമരുന്ന് കച്ചവടം എന്തിനു പഠിക്കാത്ത ഒരു കൂട്ടം ആളുകൾ. കേരളം എങ്ങോട്ടേക്കാണ് എന്ന ചോദ്യം സ്വാഭാവികമായി നമ്മെ ഭയപ്പെടുത്തും. മാനന്തവാടിയിൽ നടന്ന മറ്റൊരു അതിക്രമം. കേട്ടാൽ പോലും വിശ്വസിക്കാൻ കഴിയില്ലേ വാർത്ത. യുവതിയെ വാടക വീട്ടിലെത്തിച്ച് ബലം പ്രയോഗിച്ച് ലൈംഗികാതിക്രമ കേസിൽ ഇരയാക്കിയ 3 പേരെയാണ് അവിടെ അറസ്റ്റ് ചെയ്തത്. യുവതിയെ ബലാത്സംഗം ചെയ്ത KC മനോജ് എന്ന 49-കാരൻ, കുറ്റകൃത്യങ്ങൾക്ക് ഒത്താശ ചെയ്ത കൊട്ടിയൂർ നെടുപ്പാറ വീട്ടിൽ NG ബിന്ദു എന്ന 43-കാരി, മനോജ് പീഡിപ്പിച്ച അതിജീവിതയുടെ ഭർത്തൃമാതാവും അറസ്റ്റിലായി. ബിന്ദുവിൻ്റെ അമ്മയെ പരിചരിക്കാൻ എന്ന വ്യാജേനയാണ് ബിന്ദു വാടകയ്ക്ക് താമസിക്കുന്ന വീട്ടിലേക്ക് ഭർത്തൃമാതാവ് യുവതിയെ കൂട്ടിക്കൊണ്ടുവരുന്നത്. ഭർത്തൃമാതാവും ബിന്ദുവും ഒരുമിച്ചായിരുന്നു ഈ അതിക്രമം. ആ വീട്ടിൽ മുറിയിലുണ്ടായിരുന്ന മനോജിൻ്റെ അടുക്കലേക്ക് യുവതിയെ കയറ്റിവിടുന്നു. യുവതിയെ ബലം പ്രയോഗിച്ച് അയാൾ ലൈംഗികാതിക്രമത്തിന് ഇരയാക്കി. ഈ കൃത്യത്തിന് സഹായിച്ചതിന് ബിന്ദു, ഭർത്തൃമാതാവ് എന്നിവർക്ക് മനോജ് പണം നൽകി. വിവരങ്ങൾ പുറത്തു പറഞ്ഞാൽ കുടുംബജീവിതം തകർക്കുമെന്നും ചിത്രങ്ങൾ പ്രചരിപ്പിക്കുമെന്നും യുവതിയെ പറഞ്ഞ് ഭയപ്പെടുത്തിയവരിൽ ഭർത്തൃമാതാവും. പണത്തിനു വേണ്ടി സ്വന്തം മരുമകളെ കച്ചവടം ചെയ്ത ഒരു ഭർത്തൃമാതാവിൻ്റെ കഥ. കേസിൽ ഒത്താശ ചെയ്തു നൽകിയ ഭർത്തൃമാതാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇവർ നൽകിയ വിവരങ്ങളുടെയും തുടർ അന്വേഷണങ്ങളുടെയും അടിസ്ഥാനത്തിൽ മനോജും ബിന്ദുവും പിന്നീട് പിടിയിലായി. ഇന്നലെ ആലുവ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിനിലെത്തിയ ഒരു യാത്രക്കാരനിൽ നിന്ന് 220 ഗ്രാം ഹെറോയിനാണ് പിടികൂടിയത്. ഇൻവെർട്ടറിനുള്ളിൽ ഒളിപ്പിച്ച നിലയിൽ. നിരവധി സംഭവങ്ങളാണ് ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നമ്മൾ കേൾക്കുന്നത്.
കേരളം മയക്കുമരുന്ന് കച്ചവടക്കാരുടെ പറുദീസയായി മാറിയിരിക്കുന്നു എന്ന് നടുക്കുന്ന യാഥാർത്ഥ്യം. കേരളത്തിൽ കേന്ദ്ര സംസ്ഥാന അന്വേഷണ ഏജൻസികളുടെ സഹകരണം വഴി തെളിഞ്ഞത് 1300 കോടിയുടെ മയക്കുമരുന്ന് വേട്ട, അതും ഹ്രസ്വകാലത്തിനുള്ളിൽ. പോലീസ് ഇത്ര വലിയ വല വിരിച്ചിട്ടും ഓപ്പറേഷൻ തൂഫാൻ വലിയ വിജയമായി കേരള പോലീസ് കൊണ്ടാടിയിട്ടും മയക്കുമരുന്ന് കച്ചവടക്കാർ ഇപ്പോഴും സജീവമാണ് എന്നത് നമ്മെ അത്ഭുതപ്പെടുത്തുന്നു. പ്രത്യേകിച്ച് വടകരയിലെ അധ്യാപികമാരുടെ അറസ്റ്റ്, അതാണ് കൂടുതൽ കേരളത്തെ ഞെട്ടിച്ചത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.